അതിൻ്റെ ഒബ്സർവേഷൻ പോരാ എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വേണം, അനലറ്റിക്കൽ സ്കില്ല് വേണം, കുറച്ച് ലോജിക്കൽ റീസണിങ് വേണം, ലാറ്ററൽ തിങ്കിങ് വേണം. ഇങ്ങനെയുള്ള പല സ്കിൽസും നമ്മൾ അറിയാതെ തന്നെ നമ്മുടേത് കൂട്ടാൻ ഉപയോഗിക്കാവുന്ന ഒരു ഗെയിമാണിത്. അത് മനസ്സിലായാൽ പിന്നെ നമ്മൾ തന്നെ നമ്മളെ മനഃപൂർവ്വം ഈ ഗെയിമിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇരുത്തും. പിന്നെ ഗെയിം നമ്മൾ കളിക്കുകയാണ്, ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് വരുമ്പം അതിന് പുറമെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്വിസിങ്ങിൻ്റെ മേജർ കൺസ്റ്റിറ്റ്യുവൻസ്. അല്ലാതെ GK അല്ല. പലപ്പോഴും ഒരു 80% ക്വിസിലും ഉദ്ഘാടകനായി വരുന്നവരോ പ്രൈസ് കൊടുക്കാൻ വരുന്ന ചീഫ് ഗസ്റ്റ് എപ്പോഴും പറയുന്നത് ഒരേ കാര്യമാണ്: കുട്ടികളുടെ GK വർദ്ധിക്കും, അറിവ് വർദ്ധിക്കും. അതല്ല, അതിൽ നിന്ന് ഒരുപാട് ക്വിസിങ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു 20 വർഷം മുന്നോട്ട് ക്വിസിങ് എത്തിയിട്ടുണ്ട്. അറിവിനപ്പുറം സ്കിൽസാണ് വർദ്ധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുക ഈ സ്കിൽസാണ്. ഒരു പാരൻ്റ് ആണെങ്കിലും കുട്ടിയുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നന്നായിട്ട് ഉണ്ടാവണം എന്നാണ് പറയാറ്. പിന്നെ പറയാറ് ആറ്റിറ്റ്യൂഡ്, അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾ ചെറിയൊരു ഫെയിലിയർ വരുമ്പോഴേക്കും കൊളാപ്സ് ആവുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം സൂയിസൈഡ് റേറ്റിൽ 1, 2, 3 ഏതെങ്കിലും ഒരു പൊസിഷനിലുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം ഇതാണ്, ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. അതിനൊക്കെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഒരു പക്ഷേ ക്വിസിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് പറ്റും. കാരണം ഓരോ ചോദ്യത്തിലും ഒരു സക്സസ്സും ഒരു ഫെയിലിയറും ഉണ്ട്, ഓരോ റൗണ്ടിലും ഉണ്ട്, ഓരോ ക്വിസിലും ഉണ്ട് സക്സസ്സും ഫെയിലിയറും മാറി മാറി വരും. അങ്ങനെ സ്ഥിരമായിട്ട് സക്സസ്സും ഫെയിലിയറും ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് പതുക്കെ ലൈഫിലും സക്സസ്സിനെയും ഫെയിലിയറിനെയും വളരെ കമ്പോസ്ഡ് ആയിട്ടും ഗ്രേസ്ഫുള്ളിയും ഫേസ് ചെയ്യാൻ പറ്റും.